ഒരുപാട് ഇവളെ ബ്രെയിൻ വാഷ് ചെയ്ത് എൻ്റെ ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ വേണ്ടി ബ്രെയിൻ വാഷ് ചെയ്തു. പിന്നെ ഞാനായിട്ട് എന്നെ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് അങ്ങനെ വഴി നോക്കിയിട്ടില്ല. ഇവളെ ഒരുപാട് ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്ത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇതിൽ എനിക്കൊരു 17 വയസ്സ് മുതലേ ആ സമയത്ത് എനിക്ക് ഇവർക്ക് വേറെ റിലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം റിലേഷൻ എന്ന് വെച്ചാൽ 17 വയസ്സൊക്കെ ആയപ്പോൾ ഏതോ ഒരു കല്യാണം കഴിച്ച ഒരുത്തനായിട്ട് അവൻ 2-3 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവനായിട്ട് ഒളിച്ചോടി താമസിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ 2-3 മാസം താമസിച്ച് പിന്നെ അവനെ കളഞ്ഞിട്ട് വന്നാൽ എന്താ അറിയില്ല, അവനെ കളഞ്ഞു. പിന്നെ അതിനുശേഷം വേറെ ഒരുത്തനായിട്ട് പോകും. അങ്ങനെ പിന്നെ അവരെന്തെന്ന് വെച്ചാൽ അവരെ ഒറിജിനൽ പ്ലേസിൽ നിന്ന് ഇവർ താമസം മാറി വേറെ സ്ഥലത്ത് പോയി. ഹലോ, ഫസ്മൈന ജാക്കിർ. ഫസ്മൈന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയുടെ ഗേൾ ഫ്രണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊപ്പി തേച്ച് വേറൊരുത്തനെ സ്നേഹിച്ച് അവനുമായിട്ട് കല്യാണം കഴിച്ചു. ഈ കല്യാണം കഴിച്ചവനാണെങ്കിൽ ലോകത്തുള്ള എല്ലാ പെൺപിള്ളേരോടും ഫ്ലേർട്ട് ചെയ്ത് മെസ്സേജ് അയച്ച് അവരെയും കൊണ്ട് കറക്കം പോക്കാണ് ഇവൻ്റെ പണി. ഇവൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഫസ്മീന അറിയുന്നത്. ഇവനൊരു കാമുകിയുണ്ട്, മിശ്രിയ. ഇവരെക്കുറിച്ചൊക്കെ ഫസ്മീനയുടെ അക്കൗണ്ടിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയി കഴിഞ്ഞപ്പം ഈ ലല്ലുംബി എന്ന് പറയുന്നവൻ നേരെ പോയത് ഈ കാമുകി മിശ്രയുടെ അടുത്താണ്. ഇന്ന് കുറച്ച് വോയിസുകൾ ഫസ്മീന പുറത്ത് വിട്ടിട്ടുണ്ട്. എടാ എന്തുവാടേ, അവനെ ചേരുന്ന അവൻ്റെ സ്വഭാവമായിട്ട് എല്ലാ രീതിയിലും ഒത്തുപോകുന്ന അവന് പറ്റിയ പെണ്ണ് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കണം. അല്ല മോനെ ലല്ലുംബി, അന്ന് എന്തോ ഒരു ഭീഷണി പറയുന്നുണ്ടായിരുന്നല്ലോ, എന്തുവാ ഇനി അവൾ എന്നെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടാൽ ഞാൻ തെളിവായിട്ട് വരും. എടാ, അവൾ ഒരു വീഡിയോ അല്ല 2 വീഡിയോ ഇറക്കി. എന്നിട്ട് തെളിവ് എവിടെ മോനെ? അന്ന് ലൈവിൽ വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭീഷണിയായിരുന്നല്ലോ. എന്നിട്ട് വോയിസ് എവിടെ, വീഡിയോ എവിടെ, ഫോട്ടോസ് എവിടെ? ഇനി ഈ മിശ്രയെ കുറിച്ചിട്ട് മിശ്രയുടെ നാട്ടുകാർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കങ്ങ് കേൾക്കാം. ഞാൻ കല്യാണം കഴിച്ചത് ഒരു 3 വർഷം മുമ്പാണ് കല്യാണം കഴിച്ചത്. അപ്പോഴേ ഇവളുടെ അടുത്ത ഒരു ബന്ധുവായിരുന്നു ഞാൻ കല്യാണം കഴിച്ച കുട്ടി. അപ്പോഴേ ആ സമയത്ത് അവളുടെ വീട്ടിൽ, അതായത് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ ഒരാഴ്ച ഉണ്ടായിരുന്നു. ഒരാഴ്ച ആ സമയം ഒരുപാട് ഇവളെ ബ്രെയിൻ വാഷ് ചെയ്ത് എൻ്റെ ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ വേണ്ടി ബ്രെയിൻ വാഷ് ചെയ്തു. പിന്നെ ഞാനായിട്ട് എന്നെ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് അങ്ങനെ വഴി നോക്കിയിട്ടില്ല. ഇവളെ ഒരുപാട് ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്ത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പിന്നെ അത് എൻ്റെ ഭാര്യയുടെ ഉമ്മായും വാപ്പയൊക്കെ അറിഞ്ഞ് അതിൽ നിന്ന് മാറ്റിയിരുന്നു. ഈ പറയുന്ന മിശ്രിയ എന്നെയും ആദ്യം വിളിച്ചിട്ട്, ശിബിലി അങ്ങനെയാണ്, ശിബിലി നിന്നെ അർഹിക്കുന്നില്ല, നീ നല്ലൊരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകണം, നീ അവനെ വിടണം എന്ന് പറഞ്ഞിരുന്ന ആളാണ്. അതിന്റെ ഉദ്ദേശം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മിശ്രിയ ഇവള് ചെറുതിലേ, എനിക്കൊരു 17 വയസ്സ് മുതലേ ആ സമയത്ത് എനിക്ക് ഇവർക്ക് വേറെ റിലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം റിലേഷൻ എന്ന് വെച്ചാൽ 17 വയസ്സൊക്കെ ആയപ്പോൾ ഏതോ ഒരു കല്യാണം കഴിച്ച ഒരുത്തനായിട്ട് അവൻ 2-3 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവനായിട്ട് ഒളിച്ചോടി താമസിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ 2-3 മാസം താമസിച്ച് പിന്നെ അവനെ കളഞ്ഞിട്ട് വന്നാൽ എന്താ അറിയില്ല, അവനെ കളഞ്ഞു. പിന്നെ അതിനുശേഷം വേറെ ഒരുത്തനായിട്ട് പോകും. അങ്ങനെ പിന്നെ അവരെന്തെന്ന് വെച്ചാൽ അവരെ ഒറിജിനൽ പ്ലേസിൽ നിന്ന് ഇവര് താമസം മാറി വേറെ സ്ഥലത്ത് പോയി. അതെന്തുവാ ചേച്ചിക്ക് കല്യാണം കഴിഞ്ഞ ചെറുക്കന്മാരെ മാത്രമേ പറ്റത്തുള്ളൂ? ലോകത്ത് എത്രയോ ആൺപിള്ളേരുണ്ട് കല്യാണം കഴിക്കാതെ, അവരൊന്നും പറ്റത്തില്ല. ചേച്ചിക്ക് കല്യാണം കഴിച്ച ഒരാളെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ ആ കുടുംബം തകർത്ത് അതിൻ്റെ അകത്തോട്ട് കയറിയില്ലെങ്കിൽ ഭയങ്കര എതക്കേടാണോ? അതായത് ഈ ഒരു സുഖക്കുറവ് അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വല്ല കൗൺസിലിങ്ങിനും പോകുന്നത് നന്നായിരിക്കും ചേച്ചി. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ കുടുംബത്തിൽ മാത്രം കയറിയിട്ടുള്ള ഈ കളി കളിക്കുമ്പോഴേ അതെന്തോ കുറച്ച് കൗൺസിലിംഗ് ഒക്കെ കിട്ടേണ്ട കാര്യമാണ്. പിന്നെ മിശ്ര ചേച്ചി കാരണം വീട്ടുകാർക്ക് പോലും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റുന്നില്ല. വീട് മാറി പോകേണ്ട അവസ്ഥയാണ്. എന്തുവാ ചേച്ചി? അങ്ങനെ വേറെ സ്ഥലത്ത് പോയി. അങ്ങനെ അവിടെ താമസിച്ചു. അവിടുത്തെ ഒരു ചെറുക്കനായിട്ടും ഇവള് കമ്പനിയായി അവനോടെ ഒളിച്ചോടി വീണ്ടും അവർ താമസം മാറി. വീണ്ടും അങ്ങനെ ഇവർക്ക് ഒരു കറക്റ്റ് ഒരു സ്ഥലം ഇല്ല. ഒരു ഉള്ള സ്ഥലം വിറ്റാണ്ടെന്ന് അറിയില്ല. ഇവർ ഓരോ സ്ഥലം പിന്നെ ഇവളെ ഉമ്മായി വാപ്പയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം കണ്ടപ്പോഴും വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇവള് മാത്രമേക്കും തട്ടതെരിഞ്ഞ് പോയി എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഈ ഇവളെ വീട്ടിൽ പോയപ്പോഴേ അവിടെ ഒരു ഇപ്പം എനിക്ക് തോന്നുന്നത് ഫസ്മീന ഇട്ട ഫോട്ടോയാണെന്ന് തോന്നുന്നു. ആ ഫോട്ടോകളെ ചെറുക്കാണ് തോന്നുന്നത്. അപ്പൊ ആ സ്ഥിരമായിട്ട് വീട്ടിൽ വന്നിട്ട് ഇതുപോലെ അതായത് റിലേഷൻസ് ഇവരെ ഉമ്മായി വാപ്പയുടെ അറിവോട് കൂടി എല്ലാ ദിവസവും വീട്ടിലാണ് വന്ന് കിടക്കുന്നവൻ. അപ്പോഴേ അവസാനം പിന്നെ ഞാൻ അങ്ങനെ കിടക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തം വാപ്പാടെയും ഉമ്മാടെയും മുന്നിൽ കൂടെ വേറെ ചെറുക്കന്മാരെ വീട്ടിലോട്ടൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് അവരുടെ വീട്ടുകാരെ വിളിച്ചപ്പോൾ അവർക്കൊരു ഇതുമില്ലായിരുന്നു. ഞങ്ങളുടെ മോള് അങ്ങനെ ചെയ്യാണ്ടിരിക്കുമോ, നീ എന്തിനാ നോക്കുന്നതെന്നോ അവരുടെ റെസ്പോൺസ് അങ്ങനെയായിരുന്നു. ഇപ്പൊ എനിക്കത് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ്. നല്ല വീട്ടുകാരായാലും ഇങ്ങനെ ഇരിക്കണം. മകളെ ഇന്ന പോലെ ഒരു തെറ്റ് ചെയ്യുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ ഞങ്ങളുടെ മക്കൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിനക്കെന്താണ് എന്ന് ചോദിക്കുന്നത് നല്ല അന്തസ്സുള്ള
അച്ഛനമ്മയും. അപ്പൊ അതുകൊണ്ട് ഇവള് ലോക ഫ്രോഡ് എന്ന് വെച്ചാല് ഭയങ്കര ഫ്രോഡാണ്. ഇവള് തിരഞ്ഞെടുക്കുന്നതെല്ലാം ഈ കല്യാണം കഴിഞ്ഞ പുരുഷന്മാരാണ് തിരഞ്ഞെടുക്കുന്നത്. അതിന് പ്രായഭേദമന്യേ കുട്ടികളോ ഉള്ളതും ഇല്ലാത്തതൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതെന്തുവാ ചേച്ചി, ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാരോട് മാത്രം ചേച്ചിക്ക് ഇത്ര താല്പര്യം? കല്യാണം കഴിയാത്ത എത്രയോ ആൾക്കാരുണ്ട്, അവരൊന്നും പറ്റത്തില്ല. ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാർ മാത്രമേ ചേച്ചിക്ക് പറ്റത്തുള്ളൂ? എന്തുവാ ചേച്ചി? ഇവള് ലോക ഫ്രോഡാണ് കേട്ടോ. ഇവളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളെ കാണുമ്പോൾ കല്യാണം കഴിഞ്ഞ സ്വന്തം ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്നൊക്കെ മറന്നിട്ട് ഇവളുടെ പുറകെ പോകുന്ന ആ മരമണ്ടന്മാരെയും പറയണം. എല്ലാം കണക്കാ, ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറയാൻ പറ്റത്തില്ല. അതാണ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് ആ ചെറുക്കൻ്റെ ജീവിതത്തിലോട്ട് കയറിപ്പോയതും അവനുമായിട്ടുള്ള കറക്കവും എല്ലാം ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ്. സ്നാപ്പിലെ ഫ്രണ്ട് ആയിരുന്നു, മുമ്പേ ഫ്രണ്ട്സ് ആണ് അങ്ങനെ. പക്ഷെ അല്ലൊന്ന് കോണ്ടാക്ട് ആയിട്ട് 1 മാസം ആയതേ ഉള്ളൂ. 7 കാലം കൂടെ പിരിഞ്ഞിട്ട് ഏകദേശം 2 മാസത്തോളം ആയി. ഇവളിപ്പോ പറഞ്ഞുണ്ടാക്കല് എപ്പോഴും എല്ലാം ഹൈഡ് ചെയ്ത് വെച്ച്, അവന്റെ അടുത്ത് കാണിച്ച മൊത്തം ഹൈഡ് ചെയ്ത് വെച്ച് അവളങ്ങ് ഇറക്കി വിടലാണ്. അവൻ എന്നെ കണ്ടിട്ടാണ് അവളെ കളഞ്ഞത്. അവക്ക് അവളെ ഫെയിം വലുതാണല്ലോ. അവളങ്ങനെ വെച്ച് കളിച്ചു. ഇപ്പൊ എന്തായി, കേസല്ലായ? ഇല്ല, കേസ് നമുക്ക് ലീഗലി രജിസ്റ്റർ ചെയ്യാൻ പറ്റൂലല്ലോ എന്റെ പേരിൽ. അവന്റെ അവിഹിതമല്ലേ. എൻ്റെ ചേച്ചി, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം. നിങ്ങൾ ഫ്രണ്ടാണോ അവിഹിതമാണോ? അവിഹിതമാണ് കേട്ടാ. ഇപ്പൊ ഞാനവനെ സെറ്റാണ് തന്നെ. ഞാനവന് റിലേഷനാണ്. ഫ്രണ്ട്, അവിഹിതം, റിലേഷൻ. ഇപ്പം തന്നെ 3 ബന്ധങ്ങൾ വന്നല്ലോ അല്ലേ? ഇനി കുറച്ച് കഴിയുമ്പോൾ വേറെ ഇനി വല്ലതൊക്കെ വരുമോ? എൻ്റെ പൊന്നു ദൈവമേ, എനിക്ക് തല കറങ്ങുന്നത് എന്തുവാടേ. ഞാനവന് റിലേഷനാണ്. ഇനിയിപ്പോൾ ഭ്രാന്താവാനൊന്നും ഇല്ല. തനിക്ക് ഭ്രാന്താണെന്നുള്ളത് ഇപ്പോൾ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഈ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ തനിക്കുള്ള ഈ പ്രശ്നം. അത് ഭ്രാന്തിൻ്റെയാ. അതുകൊണ്ടാണ് പറഞ്ഞത് പോയ വല്ല കൗൺസിലേഴ്സിനെയും കണ്ടു ഒന്ന് കൗൺസിലിങ് നടത്താൻ. അപ്പോൾ ഈ ഭ്രാന്ത് അങ്ങ് പൊക്കോളും. പുറത്തിറങ്ങാൻ പറ്റുന്നില്ലാന്ന് തോന്നുന്നു. കയ്യിലിരിപ്പിൻ്റെയാ മോളെ, കയ്യിലിരിപ്പിൻ്റെയാ. ആ കയ്യിലിരിപ്പ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നാവുമായിരിക്കും. അവര് ഡിവോഴ്സ് ആക്കിയാ ഒരു ലീഗലി ഇതല്ല, മാരീഡ് അല്ല. അതെന്ത് എടി, അവൻ ലീഗലി മാരീഡ് ആക്കാൻ സമ്മതിച്ചിട്ടില്ല അവൻ. ബിക്കോസ് എവള് ഇത്തിരി പിടിച്ചു വെച്ച് കെട്ടിയ മട്ടാണ് വീഡിയോയിലും മറിച്ചതാക്കും. അപ്പം നിന്റെ കയ്യും കാലമൊക്കെ കെട്ടിയിട്ടിട്ടാണ് ഫസ്മേന നിന്നെ കല്യാണം കഴിച്ചത് അല്ലേ ലല്ലുമ്പി? അല്ല, പിടിച്ചു വെച്ച് കെട്ടാനേ. അപ്പം കയ്യും കാലമൊക്കെ പിടിച്ചു വെച്ച് കെട്ടിയിട്ട് ഫസ്മീനെ നിന്നെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചായിരുന്നോ? ഷടാ, അങ്ങനെ ആയിരുന്നെങ്കിൽ നിനക്കത് കല്യാണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാറുന്നല്ലോ മോനെ. എന്നിട്ട് എന്താന്ന് മോനെ ചെയ്യാഞ്ഞേ? നീ ഒന്ന് കോമൺ സെൻസ് ആയിട്ട് ചിന്തിച്ചു. 4 വർഷമായിട്ട് ഞാൻ വേറെ റിലേഷനിൽ ഇരിക്കണേ. എത്രയൊക്കെ മാന്യമായിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചാലും ഇവളെപ്പോലുള്ളവന്മാരെ സമ്മതിക്കില്ല. അയ്യോ, 4 വർഷമായിട്ട് വേറെ റിലേഷനിലിരിക്കുന്ന ഇവളാണ് ലല്ലുമ്പിയെ കണ്ടപ്പോൾ ലല്ലുമ്പിയുടെ പുറകെ പോയേക്കുന്നത്. ഇനി ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ചെറുക്കനുണ്ട്. നീ ഈ 4 വർഷമായിട്ട് റിലേഷനിൽ നിൽക്കുന്ന ആ ചെറുക്കനെ, അവൻ്റെ അവസ്ഥ ഇതുപോലൊരു വേണ്ട. എൻ്റെ പൊന്ന മോനെ, നീ ജീവനം കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടും. ഇവളുടെ അടുത്ത് നീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവള് 2 മാസം കഴിയുമ്പോൾ വേറൊരുത്തൻ്റെ ഇവിടെ പോടാ. എടാ ഓടടാ ജീവനം കൊണ്ട്. എനിക്ക് വയ്യ എൻ്റെ പൊന്നെ. ഇതുപോലുള്ള കുറേ എണ്ണങ്ങൾ ഇറങ്ങും. മാന്യമായിട്ട് ജീവിക്കുന്ന കുറേ എണ്ണത്തിൻ്റെ ജീവിതത്തിലോട്ട് കയറും. അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കും. എന്നിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോൾ വേറൊരുത്തൻ്റെ പുറകെ അങ്ങ് പോവും. ഈ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്തായിരുന്നു അത്? ഷടാ, ഞാൻ മറന്നും പോയി. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് താഴെ പറയണേ. ഇതിനെ പറ്റിയൊരു പഴഞ്ചൊല്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഞാനത് മറന്നു പോയടാ. എൻ്റെ വായിന്ന് വരുന്നില്ല സാധനം. എൻ്റെ പൊന്ന ഫസ്മീന, നീ രക്ഷപ്പെട്ടു മോനെ. ലല്ലുമ്പി, നീ ഇവളെ തന്നെ കെട്ടണം. ഈ മിശ്രിയ എന്ന് പറയുന്ന പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, നീ അവളെ തന്നെ കെട്ടണം. കാരണം
നിനക്ക് പറ്റിയ പെണ്ണ, നിൻ്റെ സ്വഭാവം അവളുടെ സ്വഭാവം കൂടെ ഒത്തുചേർന്ന് പോകും. അതുകൊണ്ടാ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയത്തില്ലേ, അതാണ്. ശരി എന്നാൽ.